വാഗ്ദത്തത്തിന്റെ സന്തതിയായ അബ്രാഹാമിനോട് ജീവനുള്ള ദൈവം നേരിട്ട് ഇടപെടുകയാണ്. അതിനു മുൻപുള്ള അധ്യായത്തിൽ തൻ്റെ അപ്പനായ തേരഹിന്റെ ഹിതപ്രകാരം, ഇഷ്ടപ്രകാരം തേരഹിനോടൊപ്പമാണ് അബ്രഹാം യാത്ര പുറപ്പെടുന്നത്. എന്നാൽ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം, തൻ്റെ പിതാവിൻ്റെ മരണശേഷം ജീവനുള്ള ദൈവം അബ്രാഹാമിനെ വ്യക്തമായി പ്രത്യക്ഷപ്പെട്ട് അബ്രാഹാമിന് ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, അബ്രഹാം തൻ്റെ യാത്ര പുറപ്പെട്ടു. ജീവനുള്ള ദൈവം അരുളി ചെയ്തത് അബ്രഹാം സത്യമായും വിശ്വസിച്ചു. തനിക്ക് അവകാശമായ ഒരു ദേശം കിട്ടുമെന്ന് ജീവനുള്ള ദൈവം ആണ് എന്നോട് അരുളി ചെയ്തതെങ്കിൽ ആ ദൈവം എനിക്ക് വേണ്ടി ഒരു ദേശം ഒരുക്കിയിട്ടുണ്ട്. ആ ദേശത്ത് ഞാൻ ചെന്നെത്തുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അതെ, കണ്ടില്ല, അബ്രഹാം ഒന്നും കണ്ടില്ല. ദൈവം പറഞ്ഞ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് കേട്ടു. ഇത് സത്യമായിരിക്കുമോ? ഈ പോകുന്ന യാത്രയിൽ എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ട്, എന്തെല്ലാം പ്രതിസന്ധികളുണ്ട്. ഇത് അങ്ങ് ചെന്നെത്തുമോ? അങ്ങനെ ഒരു അവകാശദേശം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും? ഞാനിങ്ങനെ പോയാൽ എൻ്റെ ഭാവി എന്തായിത്തീരും? എൻ്റെ ഭാര്യയുടെ കാര്യം എന്തായിത്തീരും? എൻ്റെ മക്കളുടെ കാര്യം എന്തായിത്തീരും? ഇതൊന്നും അബ്രഹാമിന് വിഷയമായിരുന്നില്ല. അബ്രഹാം ഒന്ന് ചെയ്തു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ. അബ്രഹാമിന് ഒരു നിർണയം ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ മുൻപിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. തനിക്ക് അവകാശമായി കിട്ടുവാനുള്ള ഒരു ദേശമുണ്ട്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ വിശ്വാസ ജീവിതയാത്രയിൽ നീ മടുത്തു പോയിട്ടുണ്ടോ? അതോ നീ വിശ്വാസ ജീവിതം കർത്താവ് വിളിച്ച് ഇറക്കിയിട്ട് ഈ ജീവിത പാതയിലേക്ക്, ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ വഴിയിലേക്ക് നമ്മെ വിളിച്ചിറക്കിയിട്ട് ആ കർത്താവ് നമ്മെ വഴിയിൽ തള്ളിയിട്ടിട്ട് പോകുന്ന ദൈവമാണോ? ഒരു കാലത്തുമല്ല. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം. എന്നാൽ അതിലൊന്നും പതറാതെ മുന്നോട്ട് പോകുന്ന ഒരു ഭക്തനെ നോക്കിയാണ് അവകാശ ദേശം കാത്തിരിക്കുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ എത്രയോ വന്നു. അപ്പോഴൊന്നും അബ്രഹാമിന്റെ വിശ്വാസം വ്യതിചലിച്ചു പോയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പുതിയ നിയമ പുസ്തകം എഴുതിയപ്പോൾ ആ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ആദ്യമെന്നോണം അബ്രഹാമിന്റെ പേര് എഴുതി ചേർത്തത്. ജീവിതത്തിൽ കൂടി കടന്നു വരുന്ന പ്രതികൂലങ്ങളെ അബ്രഹാം നേരിട്ടതുപോലെ വിശ്വാസത്താൽ ഇതിനെ മുന്നോട്ട് നേരിടുന്നുവെങ്കിൽ, വിശ്വാസത്താൽ തനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വാഗ്ദത്ത ദേശത്ത്, ആ സ്വർഗീയ കൂടാരത്തിൽ, ആ സ്വർഗീയ ഭവനത്തിൽ, എൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ എത്തിച്ചേരുമെന്നുള്ളതായ പ്രത്യാശ നമ്മെ ഭരിക്കുന്നുവെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം ഏറ്റവും സന്തോഷകരമായിരിക്കും. ഹല്ലേലൂയ.